ഈ വർഷം തമിഴിൽ ഇറങ്ങിയ ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവിയാണ് പറന്തുപോ. ഡയറക്ട് ചെയ്തിരിക്കുന്നത് റാമാണ്. റാം എന്ന ഡയറക്ടറുടെ സിനിമകൾ ശ്രദ്ധിച്ചവർക്കറിയാം. അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം മിഷ്കിന്റെ സിനിമകൾ പോലെ എല്ലാം ഔട്ട് ഓഫ് ദി ബോക്സ് ഐറ്റം ആയിരിക്കും. ആ സിനിമകൾക്കെല്ലാം പറയാൻ ഓരോ കണ്ടന്റ്സ് കാണും. നമ്മൾ ഇരുന്ന് കണ്ടുപോകുന്ന സിനിമകളാണ്. അടുത്ത എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ വലിയ ത്രില്ലറോ കാര്യങ്ങളോ അല്ലെങ്കിൽ പോലും നമുക്കൊരു ക്യാരക്ടറിന്റെ ഒരു ക്യാരക്ടർ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെയാണ് പുള്ളിയുടെ സിനിമകൾ എന്ന് പറയുന്നത്. ഈ സിനിമ ഒരു ഫീൽ ഗുഡ്, നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടി അവന്റെ അച്ഛനും അമ്മയും, അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ശിവയാണ്. തമിഴ് പടത്തിലൊക്കെ അഭിനയിച്ചിരിക്കുന്നത് ശിവ, അതുപോലെ അമ്മയുടെ അഭിനയിക്കുന്നത് ഗ്രേസ് ആന്റണിയാണ്. ഇവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നു. ഈ മകനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടാണ് പോകുന്നത്. മകൻ അത് താല്പര്യമില്ല, അവനെ പൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവന് അവിടുന്ന് എങ്ങനെയാലും പുറത്ത് കിടക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ദിവസം പുറത്ത് കിടക്കാൻ ശ്രമിക്കുകയാണ്. അതിനുശേഷം അച്ഛൻ ഇവന്റെ പുറകെ പോകുന്നു, ഇവന്റെ ഇഷ്ടങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ്. ചെറിയ ഒരു ഫീൽ ഗുഡ് സ്റ്റോറി, അടിപൊളി സിനിമ എന്ന് പറയുന്നത്. കാരണം ആദ്യം കണ്ടു കഴിയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, ഒരു നോർമൽ സിനിമ. കാരണം റാമിന്റെ സിനിമകൾ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ വളരെ എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഞാൻ കാണുന്നത്. തുടക്കത്തിൽ കണ്ടപ്പോഴത്തേക്ക് വലിയ ഒരു സുഖം തോന്നുന്നില്ല, നോർമൽ ഒരു രീതിയിൽ പോകുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് പോകും തോറും ഇവരുടെ ക്യാരക്ടർ ആർക്ക്, ഇവരുടെ ഇടയിൽ വരുന്ന പല ക്യാരക്ടേഴ്സൊക്കെ നമുക്കായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. ഈ കൊച്ചിന്റെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഇറിറ്റേഷൻസ് ഒക്കെ തോന്നും. കാരണം ഈ കൊച്ചുകുട്ടി അച്ഛനോടും അമ്മയോടും ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചെറിയ ഇറിറ്റേഷൻ തോന്നും. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് ഈ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ ഇതിനകത്ത് വന്നിരിക്കുന്ന അജു വർഗീസിന്റെ ക്യാരക്ടർ, അഞ്ജലിയുടെ ക്യാരക്ടർ, വിജയ് യേശുദാസിന്റെ ക്യാരക്ടർ, ദിയ എന്ന് പറയുന്ന ആക്ടറുടെ ക്യാരക്ടർ, ഇവരെല്ലാം പ്യുവർ വൈറ്റ് ക്യാരക്ടർ എന്ന് പറയാം. എവിടെയും ഒരു നമുക്ക് നെഗറ്റീവ് അടിക്കാത്ത ഭയങ്കര രസമായിട്ടുള്ള ക്യാരക്ടർ. അത് അജു വർഗീസിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഡയലോഗ്സ് ഇല്ല, കോമഡി പറയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് തോന്നുന്ന ഒരു അടുപ്പെന്ന് പറയുന്നത് ഭയങ്കര രസമായിരിക്കും. അധികം നേരമൊന്നും ഇല്ല, ഈ പറഞ്ഞവരാരും അധികം നേരമൊന്നുമില്ല, പക്ഷെ ഭയങ്കര രസമാണ്. അതുപോലെ ഗ്രേസ് ആന്റണിയുടെ കടയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി, ഇവർക്കെല്ലാം ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആക്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് കുറച്ചു നേരം ഉള്ളെങ്കിൽ പോലും ഇവരെല്ലാം നമ്മുടെ മനസ്സിൽ കയറി കൂടുന്ന ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ഒക്കെ കൊടുത്തിരുന്ന ഒരു അടിപൊളി സിനിമയാണ്. ഇങ്ങനത്തെ ഫീൽ ഗുഡ് സിനിമകളൊക്കെ, കണ്ടന്റ് വാല്യൂ ഉള്ള ഒരു ഫീൽ ഗുഡ് സിനിമകളൊക്കെ കാണാൻ താല്പര്യം ഉറപ്പായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്.